മഹാനവറുകളുടെ മരണം അടുത്തു എന്ന് മനസ്സിലായി. ഉസ്താദിന് തന്നെ മനസ്സിലായില്ലേ? എടോ, ഒരാൾക്ക് മരിക്കുന്നതിന് മുമ്പേ മരണം അടുത്താൽ മനസ്സിലാകും. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സിലാവൂലേ? മനസ്സിലാകാഞ്ഞിട്ട് ഉസ്താദ് കബർ ഒഴിച്ചിട്ട് ഇതാ നിൽക്കേണ്ട ഖാദിമ് ഉസ്താദ് ഇങ്ങനെ കറങ്ങി നടക്കുക. ആ ഉസ്താദിനോട് ഖബറിനെ കുറിച്ചും ഈ ഖബർ വലുതായിട്ട് കുഴിക്കാൻ പറഞ്ഞതിൻ്റെ ചരിത്രം പോയി ചോദിക്കേ. ഇവിടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മരണമെത്തുമ്പോൾ മനസ്സിലാവൂലേ? അതിന് മഹാനാകണോ? നിങ്ങളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ മക്കളെ, നിങ്ങളും ഉണ്ടാതിരിടാ. എല്ലാത്തിനും അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ട്. എടോ, നിങ്ങളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അടയാളം പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? വേണോ വേണ്ടേ? എന്നാ നേരെ ഇരിക്കേ, നേരെ ഇരുന്നേ. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. നാളെ ഈ സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. നമ്മുടെ ധാരണ എന്താ? നമ്മളിപ്പോഴെങ്കിലും മരിക്കൂല എന്നല്ലേ? എടോ, മരണം അടുത്തതിൻ്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിച്ച് റെഡി ആയിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്ത് നരച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയിലെയോ താടിയിലെയോ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ എന്ത് വാങ്ങിച്ചോണം? വെള്ള തുണി വാങ്ങിച്ചോണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങളെന്താ പേടിച്ചു പോയാ? ഞാൻ വെറുതെ പറഞ്ഞല്ല. മദീനത്ത് ചെല്ലുമ്പോൾ നബിതങ്ങളുടെ റൗള ഷരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ആ ഉമർ തങ്ങളുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഖലീഫയായപ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തി. എന്താ ജോലി? ഉമറെ, നീ മരിക്കും കേട്ടോ, ഇങ്ങനെ പറയാൻ. ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ, ഉമർ തങ്ങൾ ചിരിക്കുമ്പോ, എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഈ സഹാബി വന്നിട്ട് പറയും, ഉമർ തങ്ങളെ മരിക്കും കേട്ടോ എന്ന് പറയാൻ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തി. ഒരു ദിവസം ഓനെ പിരിച്ചുവിട്ടു. ആ ചങ്ങാതി ഒരു ദിവസം ഉമർ തങ്ങൾ പിരിച്ചുവിട്ടു. ഈ ചങ്ങാതി ചോദിച്ചു, എന്നെ എന്തിനാ പിരിച്ചുവിട്ടെ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പോഴാണ് ഉമർ തങ്ങൾ ചോദിച്ചത്, നിന്റെ ജോലി എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. ഇനി ഉമർ മരിക്കുമെന്ന് പറയാൻ ആള് വേണോ? വേണ്ട, അടയാളം വന്നു. എന്താ തങ്ങളെ? എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഞാൻ മരിക്കുമെന്ന് ഈ രോമം എന്നെ ഓർമ്മപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പ, നിന്റെ തലയിൽ ഇനി നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? മൊത്തം നരച്ചു. നമ്മുടെ തലയിലെയും താടിയിലെ രോമം മുഴുവൻ നരച്ചു. താടി നരച്ചിട്ട് പ്രായമായി എന്ന് നാട്ടുകാർ പറയാതിരിക്കാൻ വടിച്ചു കളഞ്ഞിട്ട് കിടക്കാം. നമ്മള് പെയിന്റ് അടിക്കണില്ലേ, മൈലാഞ്ചി ഇടുന്നില്ലേ, ഒരെണ്ണം വന്നാ പിടിതു കളയാ. അടയാളം തന്നെയാ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാരൻ തൻ്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അളിയ, എൻ്റെ രോമം ഒന്നും നരച്ചിട്ടില്ല എന്ന്. എടാ, നരയ്ക്കണോന്ന് നിർബന്ധമൊന്നുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നരയ്ക്കണോന്ന് വല്ല നിർബന്ധമുണ്ടോ? അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പേ മരണമെടുത്തെന്ന് മനസ്സിലാകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ. ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, യാത്ര പറയുകയാണ്, പൊരുത്തം ചോദിക്കുകയാണ്, രണ്ടുപേരും സംസാരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, സലാം പറയുകയാണ്, ഫാത്തിമയോട് സലാം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമയോട് പറയുകയാ, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ?
ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖ ലൈസു ബി ഉനാസിൻ വലാ ജാൻ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. അതുകൊണ്ട് റൂമിന് പുറത്തിറങ്ങു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മനസ്സില്ല മനസ്സോടെ കരഞ്ഞുകൊണ്ട് റൂമിന്റെ പുറത്തിറങ്ങുകയാണ്. വാതിലടയ്ക്കുകയാണ്. മനസ്സിന് സമാധാനമില്ല. ആരാ വരുന്നത്? തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ എന്താ പറയുന്നതെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനോട് സലാം പറയുകയാണ്. വാസ്റായീല് സലാം പറഞ്ഞ് സ്വീകരിക്കുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന് സ്വാഗതം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ണ് തള്ളുകയാണ്. പടച്ചവരെ, എന്റെ ഭർത്താവ് അസ്റായീലിനോട് സലാം പറയുകയാ. രണ്ടാമതും നോക്കുകയാണ് തന്റെ ഭർത്താവ് എന്തേ ചെയ്യുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാ. അസ്റായീൽ റൂഹ് പിടിക്കാമെന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ والعاقبة للمتقين. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഫാത്തിമ നോക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ സഹാദത്ത് കലിമ പറയുകയാ. ഫാത്തിമ നോക്കുമ്പോ അനക്കമില്ല. തന്റെ ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കം കേൾക്കുന്നില്ല. വാതിൽ തുറന്നിട്ട് ഓടുകയാണ്. ഫാത്തിമ ഓടിച്ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവരെ, നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടി വരികയാണ്. ജനാസ കുളിപ്പിക്കുകയാണ്, ജനാസ പൊതിയുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ ജനാസ ചുമന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും പറയുകയാണ്, വല്ലാത്ത മരണമാ, സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, ശരീരത്ത് വല്ലാത്ത സുഗന്ധമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കി. എന്നിട്ട് എല്ലാവരും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും പറയുന്നു, അസ്റായീലിനോട് സലാം പറഞ്ഞു. ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു.